ഹലോ ഗൈസ്, ഞാനിന്ന് ബുഷ് ഓറഞ്ചിൻ്റെ കാര്യങ്ങൾ പറയാനായിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ എടുത്തേക്കുന്നത്. നമ്മൾ മേടിച്ചുകൊണ്ട് വന്ന മുതൽ ഇതുവരെയായിട്ടുള്ള എല്ലാ ഫെർട്ടിലൈസറും എന്തൊക്കെയാണോ കൊടുത്തിട്ടുള്ളത് മറ്റുള്ള കാര്യങ്ങളും ഇതിനെങ്ങനെ നമ്മൾ കെയർ ചെയ്തു എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ്. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തും കൊടുക്കണം. അപ്പം ഗൈസ്, ഞാൻ ഈ ബുഷ് ഓറഞ്ച് മേടിച്ചത് മാരാമൺ എന്ന് പറഞ്ഞൊരു സ്ഥലത്തു നിന്നായിരുന്നു. മാരാമണ്ണിൽ കോഴഞ്ചേരി മാരാമൺ ആ സ്ഥലത്തു നിന്നായിരുന്നു ഞാൻ മേടിച്ചപ്പോൾ ഇതിന് 350 രൂപ റേഞ്ചായിരുന്നു ഈ ബുഷ് ഓറഞ്ചിൻ്റെ വില വന്നത്. ഞാൻ അവിടെ കുറേ കായ്ച്ചത് ഇപ്പോൾ ഉണ്ടായിരുന്നു. ഞാൻ നല്ലതായിട്ട് ഒരുവിധം ഫ്ലവറിങ് ആയി വരുന്നതിനെയായിരുന്നു ഞാൻ മേടിച്ചത്. കായ്ച്ചത് മേടിച്ചില്ലായിരുന്നു. പിന്നെ ഞാൻ വന്ന ഉടനെ ഇതിനെ റിപ്പോർട്ട് ചെയ്തില്ല, കാരണം ടെറസിൻ്റെ മുകളിൽ ആണ് നമ്മൾ ഫ്രൂട്ട്സ് പ്ലാന്റൊക്കെ ചെയ്യുന്നത്. അപ്പം ഇവിടുത്തെ നല്ല ചൂടും കാര്യങ്ങളൊക്കെ ആയിക്കൊണ്ട് ആദ്യം ഇവിടെ ഈ ക്ലൈമറ്റായിട്ടൊന്ന് പിടിക്കട്ടെ എന്ന് വെച്ചുകൊണ്ട് ഞാൻ ആദ്യമേ റിപ്പോർട്ട് ചെയ്തില്ലായിരുന്നു. പിന്നെ ഞാൻ അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ മണ്ണ് വെട്ടിയടിപ്പിച്ച് അതിൻ്റെ മണ്ടയ്ക്ക് കക്കയൊക്കെ ഇട്ട് എൻ്റെ pH ഒന്ന് pH കൺട്രോൾ 2 ആഴ്ച വെയിറ്റ് ചെയ്തു. രണ്ടാഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ ചാണകപ്പൊടി, ചകിരിച്ചോറ്, വേപ്പിൻ പിണ്ണാക്ക്, മണ്ണ്, ചാണകപ്പൊടി, ഈ 3 ഐറ്റമായിരുന്നു നമ്മൾ പിന്നെ പോട്ടിങ്ങിൽ നമ്മൾ ചേർത്തത്. കാരണം ചകിരിച്ചോറ് ചേർക്കുന്നത് പറഞ്ഞാൽ ഇവിടെ വന്നാൽ ഞാൻ കുറച്ച് മുമ്പ് സൂചിപ്പിച്ചായിരുന്നു, ഇവിടെ ടെറസിൻ്റെ മേളിലാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. അപ്പം ഇവിടെ ഉച്ചയ്ക്ക് ആകുമ്പോൾ ഒഴിച്ച വെള്ളമെല്ലാം വറ്റിപ്പോവും. അതുകൊണ്ടാണ് ചകിരിച്ചോറ് ജലാംശം പിടിച്ച് നിർത്താം എന്നുള്ളൊരു ഇതുകൊണ്ടാണ് നമ്മളിപ്പം അങ്ങനെ ചെയ്തത്. ചകിരിച്ചോറും കൂടി ആഡ് ചെയ്തത്. ഒരുപാട് ചകിരിച്ചോറ് ആഡ് ചെയ്തിട്ടില്ല, ഒരു നോർമൽ കേസിലെ ചകിരിച്ചോറ് ആഡ് ചെയ്തിട്ടുള്ളൂ. പിന്നെ മണ്ടയ്ക്ക് ഏറ്റവും ടോപ്പിലാണ് നമ്മൾ ആ ചകിരിച്ചോറ് കൂടുതൽ ഇച്ചിരി എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ആ പിള്ളക്കൂടിയുടെ അവിടെ നമ്മൾ മിക്സ് ചെയ്തിട്ടാണ് ഇത് പ്ലാന്റ് ചെയ്തത്. പിന്നെ ഇതിനെ മുരടീച്ച ബാധിച്ചായിരുന്നു. അത് ഒരു 3-2 ഡേയ്സിനുള്ളിൽ അത് വേറെ ബ്രാഞ്ചസൊക്കെ വന്നപ്പം ആ ഒരു ഇഷ്യൂസ് പോയി. എനിക്ക് തോന്നുന്നത് ഇനിയും മണ്ണ് ചേഞ്ച് ആയപ്പോഴുള്ള എന്തെങ്കിലും ബൈ മിസ്റ്റേക്ക് കൊണ്ട് സംഭവിച്ചായിരിക്കാം. പിന്നെ ഫെർട്ടിലൈസറായിട്ട് കൊടുക്കുന്നത് മിറാക്കിൾ ഗ്രോ എന്ന് പറയുന്ന കമ്പനിയുടെ വാട്ടർ സോളുബിൾ ആയിട്ടുള്ളതായിരുന്നു അത് സ്പ്രേ ചെയ്തത്. ലീഫിലെല്ലാം സ്പ്രേ ചെയ്ത് കൊടുത്തായിരുന്നു. അത് നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിരുന്നു. ഒരു 1 വീക്കിൽ ഒരു ദിവസം അവിടെ വിട്ട് തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്തായിരുന്നു. അത് നല്ലൊരു ഫെർട്ടിലൈസറായിരുന്നു. അതിപ്പം നല്ല രീതിയിൽ ഗ്രോത്തായി. പിന്നെ നമ്മൾ സ്ലെറി, ചാണകവും കടലപ്പിണ്ണാക്കെല്ലാം കൂടിയുള്ള ഒരു സ്ലെറി നമ്മൾ ഉണ്ടാക്കിയായിരുന്നു. അത് 1 കപ്പ് വെള്ളത്തിൽ 5-6 ലിറ്റർ വെള്ളം നേർപ്പിച്ച് ഒഴിച്ചായിരുന്നു അത് നമ്മൾ ഒഴിച്ചുകൊണ്ടിരുന്നത്. അത് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിരുന്നു. അത് കഴിയുമ്പോൾ തന്നെ നല്ലതായിട്ട് ബ്രാഞ്ചസൊക്കെ കിളിച്ച് വന്നു. ചെറിയൊരു തൈയായിട്ടായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. ചെറിയൊരു തൈയായിരുന്നു, ഞാൻ പറഞ്ഞില്ല തുടക്കമേ. പക്ഷേ ഇതിന് ഫെർട്ടിലൈസർ കൊടുക്കുന്നതിനനുസരിച്ചുള്ളൊരു പെർഫോമൻസ് ഈ ഒരു പ്ലാന്റിൽ നമുക്ക് നല്ലതായിട്ട് കിട്ടുന്നുണ്ട്. നല്ല ഗ്രോത്താണ്. നമ്മൾ കൊടുക്കുന്നതെല്ലാം നല്ലതായിട്ട് പിടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇതിനെ എപ്പോഴും നല്ല റിസൾട്ട് ഉള്ളതാണ്. കാരണം എപ്പോഴും പൂവും ഒരു സെറ്റ് നല്ല രീതിയിൽ പൂവൊക്കെ വരും. പൂ വന്ന് കായൊക്കെ ഉണ്ട്. പിന്നെ ക്ലൈമറ്റിന് മിസ്റ്റേക്ക് കൊണ്ട് തന്നെ ചില സമയങ്ങളിൽ ഉള്ള മഴയും മറ്റുള്ള കാര്യങ്ങളുണ്ട്. ചില സമയത്ത് പൂവൊക്കെ പൊഴിയും. പക്ഷേ എപ്പോഴും ഫ്രൂട്ടും കായും ഉണ്ട്. നമ്മളൊരു ട്രിപ്പ് പറിച്ചിട്ട് അടുത്തൊരു ഫ്രൂട്ട് സെറ്റിലോട്ട് വന്നതാണ് ഇപ്പോൾ നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുന്നത്. നിറച്ച് പൂവുണ്ടായിരുന്നു. അതിൻ്റെ ആ ഷോട്ട്സ് ഞാൻ എടുക്കാൻ വിട്ടുപോയായിരുന്നു. ഇവിടെ ഞാൻ സ്ഥലത്തില്ലായിരുന്നു. അപ്പം നല്ല രീതിയിലുള്ള റിസൾട്ടും കാര്യങ്ങളെല്ലാം ഉണ്ട്. നമുക്ക് വലിയ മെയിൻറ്റെയിൻ ചെയ്യണം ഇതേന്ന് പറഞ്ഞാൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. മറ്റുള്ള ഫ്രൂട്ട്സ് പ്ലാന്റിനെ അപേക്ഷിച്ച് വലിയ ഇതില്ല. പിന്നെ പൂ പൊഴിയാതിരിക്കാനായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. പിന്നെ നമ്മൾ ഡാപ്പ് കൊടുത്ത് നല്ലൊരു റിസൾട്ടായിരുന്നു. DAP അത് കൊടുത്ത് നല്ലൊരു റിസൾട്ട് എനിക്ക് കിട്ടിയായിരുന്നു. കാരണം നിറച്ച് പൂത്തായിരുന്നു. നല്ല റിസൾട്ടായിരുന്നു. പിന്നെ പൂ പൊഴിയാതിരിക്കാനായിട്ടുള്ള കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം. പൂവെന്ന് വെച്ചാൽ കൂടെ കായും പൂവും എല്ലാം കൂടി ഒരു പൊഴിയുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. അത് മൈക്രോ ഫുഡിൻ്റെ ആയിരുന്നു എന്നാണ് പറഞ്ഞത്. അത് കൊടുത്തു കഴിഞ്ഞപ്പം ഇപ്പം കുഴപ്പമില്ല, പൊഴിച്ചിലൊക്കെ നിൽപ്പുണ്ട്. ഈ ഒരു പ്രായമാകുമ്പം പിന്നെ ഇതുവരെയായിട്ട് എൻ്റെ പൊഴിഞ്ഞിട്ടില്ല. കാരണം തീരെ ചെറിയ കാകളമായി അത്രേ പൊഴിഞ്ഞിട്ടുള്ളൂ. പിന്നെ ഇഷ്ടത്തിന് ബീസ് ഒക്കെ വരുമായിരുന്നു. പിന്നെ രാത്രി സമയത്ത് നമ്മളിവിടെ ഇച്ചിരി നേരം നിന്ന് സമയം സ്പെൻഡൊക്കെ ചെയ്യുമ്പം നല്ല മണം, ഈ മുല്ലപ്പൂവിൻ്റെ ഒക്കെ ഏകദേശം ഒരു ടച്ചുള്ളൊരു മണം
കിട്ടുന്നുണ്ട്. നല്ലൊരു അന്തരീക്ഷം രാവിലെ വന്ന് ഇവിടെയൊക്കെ വെള്ളം ഒഴിക്കാൻ വരുമ്പോൾ തന്നെ നല്ല ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. വെള്ളം ഒക്കെ ഒഴിക്കാൻ വരുമ്പോൾ നല്ലൊരു സുഗന്ധം, നല്ലൊരു മണം, നല്ല ചെടി മൊത്തം ഇങ്ങനെ വെള്ളപ്പൂവിൽ നിറഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ തന്നെ ഒരു ഇതാണ്. അതിൻ്റെ ഇടയ്ക്ക് ബീസൊക്കെ തേൻ കുടിക്കാനൊക്കെ വരുന്നത് നല്ലൊരു പ്ലാന്റാണ്. ഇതുവരെയായിട്ട് എനിക്ക് ഫ്രൂട്ടില്ലാതെ ഈ ചെടി നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല, ഈ പ്ലാന്റ് നിൽക്കുന്നത് കണ്ടിട്ടില്ല. എപ്പോഴും ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ തന്നെ ഇതുപോലെ നിൽക്കും. പിന്നെ നമ്മളിവിടെ ജ്യൂസ്, നാരങ്ങയുള്ള ലൈം ജ്യൂസിന് പകരം ഓറഞ്ചിൻ്റെ ഫ്ലേവർ നല്ലതായിട്ട് കിട്ടുന്ന ഒരു ജ്യൂസാണ്. ഞാൻ മിക്കപ്പോഴും വർക്കൗട്ടൊക്കെ കഴിഞ്ഞിട്ടൊക്കെ വരുമ്പോൾ ഇതിൽ നിന്ന് 2-3-4 നല്ല പഴുത്ത പാകമായതൊക്കെ കിട്ടുമായിരുന്നു. അതെല്ലാം നമ്മൾ പറിച്ച് ജ്യൂസ് കുടിക്കുമായിരുന്നു. കാരണം ജ്യൂസിന് നല്ല ഫ്ലേവറാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിച്ച് കുടിക്കുന്ന ആ ഒരു ടേസ്റ്റ് തന്നെ കിട്ടുന്നുണ്ടായിരുന്നു. ഓറഞ്ചിൻ്റെ ആ ടേസ്റ്റ്, ആ ഫ്ലേവർ തന്നെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 2-3-4 ഒക്കെ ഡെയിലി നമുക്ക് എടുക്കുമായിരുന്നു. ഇപ്പോൾ അതെല്ലാം കഴിഞ്ഞു, പറിച്ചെല്ലാം കഴിഞ്ഞു. ഇനി പഴുക്കുമ്പോഴുള്ള വീഡിയോ നിങ്ങൾക്ക് ഞാൻ ഇടുന്നതായിരിക്കും.